ഹലോ, എല്ലാവർക്കും CG മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരത് ഫൈബർ അഥവാ BSNLൻ്റെ FTTH ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് വന്നിട്ട് 50 Mbps മുതൽ 100 Mbps വരെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ് അവർ തരുന്നത്. അപ്പോൾ എൻ്റേത് എന്ന് പറയുന്നത് 50 Mbps കണക്ഷനാണ്. അതിൻ്റെ സ്പീഡ് ഇൻ്റർനെറ്റ് ഓപ്പൺ സ്പീഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ഓൾമോസ്റ്റ് 60 Mbps ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡ് 50 Mbps തന്നെ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വീടിൻ്റെ പരിസരത്ത് മറ്റ് കണക്ഷൻ, പ്രത്യേകിച്ച് ബ്രോഡ്ബാൻഡോ മറ്റു തരത്തിലുള്ള കണക്ടിവിറ്റി കണക്ഷൻസോ ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഈ കണക്ഷൻ ഓപ്റ്റ് ചെയ്തത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഇത് വളരെ നല്ലൊരു കണക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏതാണ്ട് ഒരു 5 ദിവസമായി. ഇതുവരെയും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സ്പീഡിൽ തന്നെ കണക്ഷൻ പോകുന്നു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എല്ലാ ടൈമും 50 Mbps ആ റേഞ്ചിൽ തന്നെ 40 to 50 Mbps റേഞ്ചിൽ തന്നെ കണക്ഷൻ കിട്ടുന്നുണ്ട്. കണക്ഷൻ ഡ്രോപ്പ് ഔട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 50, 56, 51 ഇതിങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലും ആവറേജ് സ്പീഡ് 50 Mbps, 45, 50 Mbps എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള കണക്ഷനാണിത്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ സ്പീഡാണ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് 24 hours തന്നെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതിന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാഗത്ത് ഈ വീടിൻ്റെ പരിസരത്ത് മറ്റ് കണക്ടിവിറ്റി ഓപ്ഷൻസൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഇൻ്റർനെറ്റ് വരെ 4G കണക്ഷനൊക്കെ വളരെ സ്ലോയിലാണ് വർക്ക് ചെയ്യുന്നത്. റേഞ്ച് പ്രോബ്ലം മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കണക്ഷൻ കിട്ടി. നിങ്ങളും ചെയ്യേണ്ടുന്നത് നേരെ BSNLൻ്റെ ഓഫീസിൽ ചെല്ലുക. അവിടെ ചെന്നിട്ട് BSNL FTTH പ്ലാനിൻ്റെ കണക്ഷൻ വേണ്ടിയിട്ടുള്ള ഫോം വാങ്ങി ഫില്ല് ചെയ്ത് ആധാറിൻ്റെ ഒരു കോപ്പിയും കൂടി ചേർത്ത് അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങൾക്ക് അവിടുത്തെ ടെലികോം ഓഫീസറോ അല്ലെങ്കിൽ ടെലികോം ഇതിൻ്റെ കണക്ഷൻ നൽകുന്ന ആരെങ്കിലും ഒരാളവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ കാണും. അവർ നിങ്ങളെ ഫോൺ വിളിക്കുകയും നിങ്ങളുടെ ഏരിയയും മറ്റുമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതുവഴി ലോക്കൽ കേബിൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. BSNL നേരിട്ടല്ല ഇതിൻ്റെ കണക്ഷൻ തരുന്നത്. നിങ്ങളുടെ ലോക്കൽ കേബിൾ കണക്ഷൻ വഴിയിട്ടായിരിക്കും മിക്കവാറും ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ തരിക. അതായത് BSNLൻ്റെ ഫൈബർ അതുവഴി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പരിസരത്ത് കൂടി പോയിരിക്കുന്ന ലോക്കൽ കേബിൾ നെറ്റ്വർക്ക് ടീമുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് അവരായിരിക്കും, ആ ലോക്കൽ കേബിൾ ടീമായിരിക്കും വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ എല്ലാം ചെയ്തു തരിക. അവർ വന്ന് കേബിൾ നിങ്ങൾ വീട്ടിലേക്ക് വലിക്കുകയും മോഡം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരികയും ചെയ്യും. ഇൻ കേസ് അവരുടെ കയ്യിൽ മോഡം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡം എവിടെ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ ഏത് മോഡം വാങ്ങണം എന്ന BSNLൻ്റെ ടെക്നീഷ്യനോ അല്ലെങ്കിൽ ടെലികോം ഓഫീസറോ നിങ്ങൾക്ക് ആരാണോ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് അവർ അതിനുള്ള ലിങ്ക് തരികയും മറ്റും ചെയ്യും. നിങ്ങൾ അവിടെ പോയി വാങ്ങുകയോ അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് ഓൺലൈനായിട്ട് വാങ്ങുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. പിന്നെ ഇതിൻ്റെ കണക്ഷൻ കോസ്റ്റ് വന്നിട്ട് എനിക്കിപ്പം ഇൻസ്റ്റലേഷൻ ചാർജായിട്ട് 1200, 1200 രൂപ കേബിൾ വലിക്കുന്നതിനും ഈ കേബിൾ സെറ്റ് ചെയ്യുന്നതിനും മാത്രം ചിലവായി. പിന്നെ മോഡത്തിന് ഒരു 2000 രൂപ കൂടി എക്സ്ട്രാ ചിലവായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന മോഡം GPON ONT എന്നുള്ള എൻ്റെ കയ്യിൽ വേറെ 2 മോഡം കൂടിയുണ്ട്. പക്ഷേ അതൊന്നും ഈ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷന് വർക്കിംഗ് ആവില്ല. അതിന് ഒരു പോർട്ട്, ഈ പോർട്ട് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് പോർട്ട്, ONT പോർട്ട് എന്ന് പറയുന്ന സംഭവം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോഡം വർക്ക് ചെയ്യത്തുള്ളൂ. ഈ മോഡത്തിനകത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ടെലിഫോൺ കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് BSNL ഈ കണക്ഷൻ നമ്മൾ എടുക്കുന്ന പ്ലാനിനനുസരിച്ചിട്ട് മിക്കവാറും എല്ലാ പ്ലാനിൻ്റെ കൂട്ടത്തിലും ഫ്രീ ആയിട്ട് ടെലിഫോൺ കണക്ഷൻ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ കയ്യിലൊരു ടെലിഫോൺ ഉണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ BSNLിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്തൊരു ടെലിഫോൺ വാങ്ങി വെച്ച് ഇതിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലാൻഡ് ലൈൻ കണക്ഷൻ കിട്ടും. STD ISD ഒക്കെ ഫ്രീ ആയിട്ടുള്ള STD ലോക്കൽ കോളെല്ലാം ഫ്രീ ആയിട്ടുള്ള ലാൻഡ് ഫോൺ കണക്ഷൻ കിട്ടും. ISDക്ക് നിങ്ങൾ പ്രത്യേകം ചാർജ് ചെയ്യണം. പിന്നെ 2 ലാൻഡ് പോർട്ടും വൈഫൈ പോർട്ട്. ഇതിന് നല്ല ഡബിൾ ആൻറ്റിന ഉള്ളത് കാരണം ഡ്യുവൽ ആൻറ്റിന നല്ല റേഞ്ച് തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട് 2 നിലയാണ്. 2 നില ആയാലും അതിന് വീടിന് കുറച്ച് പുറത്തോട്ട് പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഫൈ റേഞ്ച് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഓൺലൈൻ റേറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് വന്നിട്ടുണ്ട് 1400 സംതിങ് ആണ്. 1400 1500 രൂപയ്ക്ക് നിങ്ങൾക്കിത് സംഭവം കിട്ടും. പിന്നെ കൊറിയർ ചാർജും എല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് തോന്നുന്നു ഈ റേറ്റിന് തന്നെ കിട്ടും. ഈ കമ്പനിയിൽ നിന്ന് ഇവിടുന്ന് ഈ നെറ്റ് ലിങ്ക് ICT പ്രൈവറ്റ് ലിമിറ്റഡ് CRTindia.com ഇത് കേരളത്തിൽ തന്നെയുള്ള, എനിക്ക് തോന്നുന്നു കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഈ പ്രൈസിന് കിട്ടും. അതല്ല നിങ്ങൾ സർവീസ് പ്രൊവൈഡർ, അതായത് ലോക്കൽ കേബിളുകാരെ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് കയ്യിൽ അവർക്ക് ചിലപ്പോൾ പഴയ റേറ്റ് ആയിരിക്കും. അറൗണ്ട് ഒരു 2000 റുപ്പീസ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. 1800 മറ്റൊക്കെ പേ ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾ അടുത്ത വീടിന് അടുത്തോ അല്ലെങ്കിൽ സിറ്റിയിലുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വാങ്ങാം. ഈ കമ്പനിയുടെ തന്നെ വാങ്ങണമെന്നില്ല. പക്ഷേ BSNLകാർ എൻ്റെ ഇവിടുത്തെ സർക്കിളിൽ ഈ കമ്പനിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇൻസ്റ്റലേഷൻ എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. നിങ്ങൾ കയ്യിൽ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് മോഡം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ആ കണക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് തരുന്ന സമയത്ത് BSNL ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അവർ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്ഷൻ ആക്ടിവേഷൻ ചെയ്ത് തരും. നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ആക്ടിവേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. ഒപ്പം ലാൻഡ് ഫോൺ നമ്പറും മറ്റുമെല്ലാം അവർ തരും. പിറ്റേ ദിവസം ഈ കേബിളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡം അവൈലബിൾ ആണെങ്കിൽ BSNLിലെ ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് തരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി ഇൻ കേസ് ടെക്നീഷ്യൻസ് അവൈലബിൾ അല്ലെങ്കിൽ അവർക്ക് BSNL ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് BSNL ആൾ വന്ന് ചെയ്ത് തരാനുള്ള താമസം, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ പുറത്ത് മറ്റ് കണക്ഷനുമായിട്ട് ബിസി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ BSNL JTOയോ അതിന് ഉത്തരവാദപ്പെട്ട എൻജിനീയർ അവർക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് വഴി നിങ്ങൾക്ക് കണക്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഈ മോഡത്തിന് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അത് നിങ്ങളുടെ കണക്ഷൻ നമ്പറുമായിട്ട് സെറ്റ് ചെയ്ത് അവർ തന്നെ ആക്ടിവേറ്റ് ചെയ്ത് തരും. എനിക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് വഴി അവർ ഓൺലൈനായിട്ട് തന്നെയാണ് ആക്ടിവേഷൻ എല്ലാം ചെയ്തു തന്നത്. മോഡത്തിൻ്റെ സെറ്റിങ്സ് എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ കണക്ഷൻ റിലയബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ലോക്കൽ കേബിളുകാരെ ആണ് ഇതിന് കേബിളും ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതെങ്കിലും കണക്ഷൻ, അതായത് ഇതിൻ്റെ ഇൻ്റർഫേസ് എല്ലാം സെർവറും ഇൻ്റർഫേസും മറ്റും സംഭവങ്ങളെല്ലാം BSNL തന്നെയാണ് ചെയ്യുന്നത്. ബില്ലിങ്ങും എല്ലാം BSNL തന്നെയാണ്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൂടിയും BSNLനെയാണ് കോൺടാക്റ്റ് ചെയ്യാനുള്ളത്. അവരാണ് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ലോക്കൽ കേബിൾ കണക്ഷനുമായിട്ടുള്ളത് ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ. അത് ആ കേബിൾ വലിക്കുന്നതിനും അവർക്കുള്ള ഒരു സർവീസ് ചാർജും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പറയുന്ന 1000-നും 1500 ഇടയ്ക്ക് നമ്മുടെ എത്ര ദൂരം വലിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ആദ്യമേ തന്നെ BSNL റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുക, എത്ര രൂപയൊക്കെ ആവുമെന്ന് ചോദിക്കുക. പിന്നെ ഈ മോഡം വാങ്ങുകയാണെങ്കിൽ മോഡത്തിനൊരു അറൗണ്ട് 2000 റുപ്പീസ് അത് അവർ സെലക്ട് ചെയ്യുന്ന ഏത് മോഡം ആണെന്നനുസരിച്ച്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ മോഡം ഉണ്ടെങ്കിൽ മോഡത്തിൻ്റെ ചാർജ് ഒഴിവാക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ ONT എന്ന് പറയുന്ന പോർട്ടുള്ള മോഡം ആണെങ്കിൽ മാത്രമേ, ഈ ONT മോഡമാണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഇതിൻ്റെ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ BSNL.in പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ FTTH ഈ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാനിനെ കുറിച്ച് അറിയാം. ഈ സിറ്റീസിനെ കുറിച്ചൊന്നും ചെക്ക് ചെയ്യേണ്ട. ഇതൊക്കെ അവർ ഡയറക്റ്റ് കേബിൾ വലിച്ചിരിക്കുന്ന ഏരിയസ് മാത്രമേ കാണിക്കത്തുള്ളൂ. അതുപോലെ പ്രത്യേകിച്ച് BSNLൻ്റെ കേരള സർക്കിളിൽ പോയാലും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല, അത് അപ്ഡേറ്റഡ് അല്ല. അതുകൊണ്ടിട്ട് Bsnl.in അതിൻ്റെ മെയിൻ സൈറ്റിൽ തന്നെ പോയിട്ട് അതിൽ താരിഫ് പ്ലാൻസ്, FTTHൻ്റെ താരിഫ് പ്ലാൻസിൽ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാനുകളുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 714 ആണ്, അതായത് 750യുടെ പ്ലാനാണ്. ഭാരത് ഫൈബർ സൂപ്പർ സ്റ്റാർ 300 പ്ലാൻ. അത് 50 mbps പ്ലാൻ, കണക്ഷൻ സ്പീഡാണ്. 300 GB വരെ 50 mbps കിട്ടും പെർ മന്ത്. അത് 300 GBക്ക് മുകളിൽ യൂസ് ആവുകയാണെങ്കിൽ 2 mbps ആയിട്ട് സ്പീഡ് കുറയും. പിന്നെ ഇതിൻ്റെ കൂടുതൽ ലോക്കൽ STD കോൾ അൺലിമിറ്റഡ് ഉണ്ട്. പക്ഷേ ഫോൺ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഫോൺ ഒന്നുകിൽ നമ്മൾ വാങ്ങി വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കേബിൾ മാത്രം വാങ്ങി കണക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ BSNL റിക്വസ്റ്റ് ചെയ്തൊരു ഇയർലി വാടക എന്തുണ്ട് അത് കൊടുത്ത് നമുക്ക് ഫോൺ വാങ്ങി വയ്ക്കാം. ഈ പ്ലാനിൻ്റെ കൂട്ടത്തിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ 1 ഇയർ ഹോട്ട്സ്റ്റാർ പ്രീമിയം കണക്ഷൻ, അതായത് പെർ മന്ത് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ പ്രീമിയം കണക്ഷൻ ഈ പ്ലാനിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് ഇതിൽ ഡിഫറെൻറ്റ് പ്ലാനുകളുണ്ട്. നിങ്ങൾക്ക് യൂസേജ് കുറവാണെങ്കിൽ 4 GB പെർ ഡേ യൂസ് ചെയ്യാം, 650. ഇനി കണക്ഷൻ സ്പീഡ് കൂടുതൽ, അതായത് ഒരുപാട് ഡൗൺലോഡിങ്ങും ബ്രൗസിങ്ങും മറ്റ് അപ്ലോഡിങ്ങൊക്കെ നടക്കുന്നവർക്ക് ഉള്ള പ്ലാൻ എന്ന് പറയുന്നത്
849 പ്ലാനും നല്ലതാണ്. 600 GB പെർ മന്താണ് 15 mbps വരുന്നത്. പിന്നീട് ഉള്ള പ്ലാൻ എന്ന് പറയുന്നത് ഡെയിലി ലിമിറ്റ് വരുന്ന പ്ലാനുകളുണ്ട്. അതിനേക്കാളും പിന്നീട് ഈ 750 1277 ഈ പ്ലാന് 100 mbps കണക്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് അപ്ലോഡ് ഡൗൺലോഡ് ഒക്കെ സ്പീഡ് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്ലാൻ വളരെ നല്ലതാണ്. 100 mbps കണക്ഷൻ സ്പീഡ് കിട്ടും. 750 GB വരെ പെർ മന്ത് യൂസ് ചെയ്യാം ഈ കണക്ഷൻ സ്പീഡ്. അത് കഴിയുമ്പോൾ 2 mbps ആയിട്ട് കുറയുമെന്നേ ഉള്ളൂ. പിന്നെ ഡിഫറെൻറ്റ് പ്ലാൻസ് പെർ ഡേ പ്ലാനുണ്ട്. പിന്നെ ഇതിനേക്കാളും ഒരുപാട് സ്പീഡ്, അതായത് കണക്ഷൻ സ്പീഡ് 100 mbps ആണ് മാക്സിമം എങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ സെലക്ട് ചെയ്യാം. ഒരുപാട് ബിസിനസ് ടൈപ്പൊക്കെ ഉള്ള പ്ലാനുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ 100 mbps 170 per GB per day ഒരുപാട് ബിസിനസ് ടൈപ്പ് കണക്ടിവിറ്റി, അതായത് ഒരുപാട് സെർവർ അപ്ലോഡിങ്, യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്ലാൻ അനുസരിച്ച് സെലക്ട് ചെയ്യുക. എന്തായാലും ഡിഫാൾട്ടായിട്ട് അവർ തരുന്ന പ്ലാൻ ഇതായിരിക്കും, 750 പ്ലാൻ ആയിരിക്കും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ കണക്ഷനെ എഴുതി കൊടുക്കുന്ന സമയത്ത്, ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് സൂചിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ടിവിറ്റി വരുന്ന സമയത്ത് സൂചിപ്പിക്കുക. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ അഭിപ്രായത്തിൽ അത് നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി കുറവാണ്. പ്രത്യേകിച്ച് ഇനി വരുന്ന സമയങ്ങളിൽ മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻസിൻ്റെ കോസ്റ്റ് കൂടി വരുന്ന സമയത്ത്, ഇപ്പോൾ ഡിസംബർ മുതൽ കൂടി തുടങ്ങിയിട്ടുണ്ടല്ലോ, 6-ാം തീയതി മുതൽ കോസ്റ്റ് കൂടുന്നത് കൊണ്ട് നെറ്റ് കണക്ടിവിറ്റിക്ക് ഇത് തന്നെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ലാൻഡ് ഫോൺ കണക്ഷനും കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളുകളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം. വൈഫൈ സെറ്റ് ചെയ്തിട്ട് ഇനിഷ്യൽ കോസ്റ്റ്, അതായത് ആദ്യം ഒരു 3000 രൂപയോളം 3500 രൂപയോളം മുടക്കേണ്ടി വരും ഈ കണക്ടിവിറ്റിക്കും മോഡത്തിനുമായിട്ട്. പിന്നെ പെർ മന്ത്ലി 750 എന്നുള്ളത് പ്ലാൻ ചാർജ് മാത്രമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ GST കൂടി ആഡ് ചെയ്ത് വരും. അപ്പോൾ വന്നിട്ട് അറൗണ്ട് ഒരു 850 മറ്റൊക്കെ ആകും. എനിക്കിതുവരെ ബില്ല് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായ റേറ്റ് അറിയത്തില്ല. എങ്കിലും ഒരു 850 വെച്ചിട്ട് നല്ലൊരു പ്ലാൻ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് പിന്നെ 6 മന്ത് 12 മന്ത് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊന്നും ഇപ്പോൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം ഇതിൻ്റെ കണക്ഷൻ്റെ എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒരുപാട് ഉള്ളത് ചെയ്താൽ മതി. പക്ഷേ ഒരു ഷോർട്ട് ടൈമായിട്ടായാലും ലോങ് ടൈമായിട്ടായാലും അതിൽ ഡെപ്പോസിറ്റോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല, അഡ്വാൻസ് പേയ്മെൻറ്റും ഇല്ല. ഈ കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ വന്ന് സെറ്റ് ചെയ്യുന്ന ചാർജാണ് ഇനിഷ്യലായിട്ട് നമ്മൾ കേബിളുകാർക്ക് കൊടുക്കേണ്ടത്. 1000 രൂപ 1200 രൂപ എന്നുള്ളത് അത് അവരെ സെറ്റ് ചെയ്യുന്ന ചാർജാണ്. അത് തിരിച്ച് കിട്ടത്തില്ല. ആ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന പൈസ ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. അതുപോലെ മോഡം നമ്മൾ തന്നെയാണ് വാങ്ങിക്കേണ്ടുന്നത്. അത് BSNLകാർ ഇതിൽ യാതൊരു സംവിധാനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കണക്ഷൻ മാത്രമേ തരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ എപ്പോഴെങ്കിലും കണക്ഷൻ വേണ്ടാന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസയും തിരിച്ച് കിട്ടത്തില്ല. കാരണം BSNL നിങ്ങൾ അഡ്വാൻസ് ആയിട്ടോ സെക്യൂരിറ്റി ആയിട്ടോ ഒരു പൈസയും നിങ്ങൾ നൽകുന്നില്ല. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു വീട്ടിലത്തേക്കോ ഓഫീസിലത്തെ പ്ലാൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നു, അതറിയത്തില്ല. ഈ പ്ലാൻ നിങ്ങൾക്ക് വീട്ടിലത്തേക്കോ മറ്റോ നല്ലൊരു കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ജിയോ ഫൈബറൊക്കെ ആയി വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. മറ്റ് കണക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം. ലോക്കൽ കേബിൾ കണക്ഷൻസിനെക്കാളും കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാനാണ് BSNL തരുന്നത്. ഇത്രയും ഡേറ്റാസൊന്നും ഒരിക്കലും ലോക്കൽ കേബിൾസ് ഇനി തന്നു തുടങ്ങുന്നെങ്കിലേ ഉള്ളൂ. ഇതുവരെയും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ 750 ഒരിക്കലും 300 GB ഒന്നും അവർ തരത്തില്ല. 200 150 GB ഒക്കെയാണ് തരുന്നത്. കണക്ഷൻ സ്പീഡൊക്കെ ഏതാണ്ട് സെയിം ആയിരിക്കും. 50 mbps 100 mbps ഒക്കെ ലോക്കൽ കേബിൾ ആരും തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുകൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളും ഇത് തന്നെ സെലക്ട് ചെയ്യുക.